Again, welcome back to my YouTube channel and also to a new video. ലാസ്റ്റ് കുറേ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിൽ എല്ലാവരും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇപ്പോൾ വീഡിയോ പറയാം. അത് പറഞ്ഞതും നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. ഞാൻ കുറച്ച് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അനിയനെ കോളേജിൽ ചേർക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട ഒരു വീഡിയോ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ചേർത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. അവിടെ വെച്ചിൻ്റെ ചെറിയൊരു ബോട്ടിൽ മറന്നു വെച്ചു. നിങ്ങളാണെങ്കിൽ അത്രയും ദൂരം തിരിച്ചു പോയി എടുക്കാൻ പോകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനിലാണ് ഞാൻ ആ വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം വീടെത്താനായ ആ സമയത്തായിരുന്നു എനിക്ക് പെട്ടെന്ന് ആ ബോട്ടിലിനെ കുറിച്ചുള്ള ഓർമ്മ വന്നത്. അത് അവിടെ വെച്ചു. ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു അതെടുത്തോ, ചാച്ചൻ്റെ അടുത്തും അനിയൻ്റെ അടുത്തും ചോദിച്ചു നീ കണ്ടോ എടുത്തോ എന്ന് ചോദിച്ചു. അവരാരും അത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഞാനായിരുന്നു ആ ബോട്ടിൽ എടുത്തുകൊണ്ട് ഹോട്ടലിൻ്റെ ഉള്ളിൽ പോയത് ചൂടുവെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. പക്ഷേ ഞാൻ അതവിടെ വെച്ച് മറന്നുപോയി. ഞാൻ കൈ കഴുകിയിട്ട് നേരെ അപ്പോഴേക്കും അവർ ടേബിളിൽ നിന്ന് എണീറ്റ് കൗണ്ടറിലേക്ക് ആ സെക്ഷനിലേക്ക് പോയി നിന്നപ്പോൾ ഞാനും അവരുടെ ബാക്കിൽ പോയി. ടേബിളിൽ നോക്കിയതുമില്ല. എനിക്ക് ആ ബോട്ടിൽ എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്നു, ഞാൻ എടുത്തു എന്നുള്ള ഓർമ്മയും ഉണ്ടായിരുന്നില്ല. സോ തിരിച്ച് വീടെത്തിയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എടുത്തില്ല, ആരും കണ്ടില്ല, എടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഭയങ്കര അപ്സെറ്റായി. കാരണം അത് ഗ്ലാസിൻ്റെ നല്ല ബോട്ടിലായിരുന്നു, ഓഫറിൽ വാങ്ങിയതായിരുന്നു. ബോട്ടിലിൻ്റെ വലിപ്പമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഓ ഇതിനായിരുന്നു ഇത്രയും ദൂരം പോയതെന്നൊക്കെ. പക്ഷേ നമുക്കൊരു കാര്യം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു സ്ലൈഡോ ഒരു ചെറിയ എത്ര ചെറിയതൊക്കെ ആയാലും അത് എവിടെയെങ്കിലും വെച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാവും തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു എന്താ ചെയ്യുക, പോയി എടുക്കാൻ പറ്റുമോ. ഞാൻ പിന്നെ അന്വേഷിച്ചു ആ ഭാഗത്ത് ആരെങ്കിലും വർക്ക് ചെയ്യാൻ പോണവരുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷെ ആരും അൺഫോർച്ചുനേറ്റ്ലി ആ ഭാഗത്തോടെ പോണവരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വേറെ ഒരു നിവൃത്തിയുമില്ല, കോളേജിലും പോകുന്ന ആരുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വിളിച്ച് ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹോട്ടലിലേക്ക് വേഗം വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ എടുത്ത് വെക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് വരാൻ പറ്റില്ല, എന്തായാലും നാളേക്ക് നോക്കാം എന്ന് വിചാരിച്ചിട്ട് പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചത് ഞാൻ പറഞ്ഞാണ്. പക്ഷേ പിറ്റേ ദിവസം അച്ഛൻ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് വരുന്ന സമയത്ത് പോകണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ശരിയെന്ന് പറഞ്ഞ് വേഗം വന്നു. ഇത് സംഭവം വാളയാറാണ്, ഞങ്ങളുടെ വീട് കൊഴിഞ്ഞാമ്പാറയിലും. അപ്പോൾ കൊഴിഞ്ഞാമ്പാറ ടു വാളയാർ വരെ എത്തി. കട്ട് റൂട്ടിൽ കൂടെ തന്നെ വന്നു, മെയിൻ റോഡ് പിടിക്കാതെ. പക്ഷെ എന്നാലും നല്ല ദൂരമൊക്കെ ഉണ്ട്. ഈ ബോട്ടിലുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ അത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത്. അപ്പോൾ അത്രയും ദൂരം വന്നിട്ട് ഹോട്ടലിൽ നിന്ന് വെറും ബോട്ടിൽ മാത്രം എടുത്തിട്ട് പോകണ്ടല്ലോ വെച്ച് അനിയത്തിയും അമ്മയ്ക്കും പിന്നെ ഞങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചില്ല, പകരം പാർസൽ വാങ്ങിയിട്ട് പോവുക ചെയ്തത്. മന്തി തന്നെയായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത്രയും ദൂരം വന്നതല്ലേ ഒരു ജ്യൂസും കൂടെ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് മീൻ ക്ലൈം പറഞ്ഞ് കുടിച്ചു. ഹൈവേയിലൂടെ ഇത്രയും ദൂരം വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. തിരിച്ച് വീടെത്തുമ്പോഴേക്കും ഭയങ്കര ടയേർഡായി രണ്ടുപേർക്കും. കാരണം അത്രയും കാറ്റായിരുന്നു കേട്ടോ. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതും ഹൈവേയിലല്ലേ, ഭയങ്കര കാറ്റായിരുന്നു. നല്ല കാറ്റ് ഇങ്ങനെ ഫേസിലേക്ക് തന്നെ ഇങ്ങനെ അടിക്കുമായിരുന്നു. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇത്രയും ദൂരം വണ്ടിയിലൊക്കെ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അച്ഛൻ ഞാൻ പറയണത് കേട്ടിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ ബോട്ടിലെടുക്കാൻ ഇത്രയും ദൂരം വരുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഞങ്ങൾ വന്നു, ബോട്ടിലെടുത്തു. അതാണ് ഞാൻ ചോദിച്ചത്. ഈ ഒരു ചെറിയ ബോട്ടിലാണ്, ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതൊരു ബോട്ടിൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ പോയി എടുത്തിട്ട് വരുമോ ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യണോട്ട് ഈ വീഡിയോ കാണുന്നവർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതും കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. വായിക്കാനാണ്, എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എന്തൊക്കെയാണ് മിസ്സായി ഇതുപോലെ തിരിച്ച് കിട്ടിയത് എന്നുള്ളതൊക്കെ അറിയാമല്ലോ. ഇതാണ് വാളയാർ ചെക്ക് പോസ്റ്റ്. ഇതിന് മുൻപ് കുറച്ച് ലോറിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ, 2 ബസ്, പിന്നെ കുറേ പോലീസൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ഹോട്ടലിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് മങ്കീസിനെ കണ്ടു കേട്ടോ. തിരിച്ച് മുമ്പോഴും കണ്ടു, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ട് പാസ് ചെയ്തു. പിന്നെ ഹൈവേയോ അതുകൊണ്ട് നിർത്താനൊന്നും പറ്റിയിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ആ മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും വീടെത്താൻ ഭയങ്കര ലേറ്റായിട്ട് ഒരു 3:30 കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, എന്നാലും നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വിശന്ന് കുടലൊക്കെ ഇങ്ങനെ കരിയുന്നുണ്ടായിരുന്നു. പിന്നെ വന്നതും ഒന്നും നോക്കിയില്ല, മന്തി എടുത്തിട്ട് കഴിച്ചു. മന്തിയുടെ ടേസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല സ്പൈസി ആൻഡ് ഫ്ലേവർഫുൾ ആയിരുന്നു കേട്ടോ.